നമ്മൾ ഈ വോട്ട് വരുന്ന ഏകദേശം 80% CPM നിന്നും ഇടതുപക്ഷത്തു നിന്നുമാണ്. 80% ഓഫ് വോട്ടേഴ്സ് സപ്പോർട്ടിങ് DMK ഫ്രം LDF. എൻ്റെ ഒരു തർക്കമില്ല. അത് ആന്റി പിണറായിസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിണറായിസത്തെ ഇനിയും ആ സംവിധാനത്തെ തുടരാനാണ് CPM ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയെ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാന്യമായിട്ട്, ഇപ്പൊ യെച്ചൂരിയുടെ ഒരു പോസ്റ്റ് ഒഴിവുണ്ടല്ലോ, പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി, അത്തരം ഒരു സ്ഥാനത്തേക്ക് മാന്യമായി അദ്ദേഹത്തെ മാറ്റിയിട്ടു. കേരളത്തിലെ CPM ഇന്നത്തെ ഭരണ സംവിധാനത്തില് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് മറ്റൊരു പശ്ചിമ ബംഗാളായിരിക്കും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ 5000 വോട്ട് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു നമ്മൾ വരുന്നത്. 5000 പിടിക്കണം. അത് 3920 നിന്നും 1000 വോട്ടിന്റെ കുറവ് വന്നു. ആ സത്യത്തിൽ 16 വോട്ട് നമുക്ക് കിട്ടുമായിരുന്നു. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരാഴ്ച നീണ്ടപ്പോൾ പാലക്കാട് ഉണ്ടായിരുന്ന മുഴുവൻ നേതാക്കളും, UDF-ന്റെയും LDF-ന്റെയും നേതാക്കൾ, പ്രത്യേകിച്ച് LDF-ന്റെ നേതാക്കന്മാര് ഒരാഴ്ചയിലധികം ഈ പറയുന്ന ചേലക്കരയിൽ വന്നിട്ട് ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കിയത്. ഓരോ വീടുകളും കയറി ഇറങ്ങി ആ വോട്ടുകൾ തടുക്കാനുള്ള വലിയ ശ്രമം നടത്താൻ LDF-ന് സാധിച്ചു ഇലക്ഷൻ നീണ്ടതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു 7000 വോട്ടിലേക്ക് ഞങ്ങൾ എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു.